തായ്വാന് അമേരിക്ക ആയുധം നൽകുന്നത് സുപ്രധാന വിഷയമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഡൊണാൾഡ് ട്രംപുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിലാണ് നിലപാട് വ്യക്തമാക്കുന്നത്. ഏപ്രിൽ ചൈനയും തായ്വാനും സന്ദർശിക്കുമെന്ന് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, ട്രംപാണ് ഇക്കാര്യം ആദ്യം ലോകത്തെ അറിയിക്കുന്നത്. ചൈനീസ് പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ചു, അങ്ങോട്ടേക്ക് സന്ദർശനം അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളത്. പക്ഷേ ചൈനീസ് പ്രസിഡന്റ് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതായത് അമേരിക്കയുടെ നിലപാടുകളിൽ ചൈനയുടെ കൃത്യമായ വിലയിരുത്തൽ, അതായത് തായ്വാൻ അമേരിക്ക ആയുധം നൽകുന്നത് സുപ്രധാന വിഷയം ആണ് എന്ന് ചൈനീസ് പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ. ഐസൺ ജോസ്. തീർച്ചയായും വിനോദ്, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ചൈനീസ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണമാണ്. രാവിലെ അതായത് ഇന്നലെ വൈകുന്നേരത്തോടെയാണ്, ഇന്ത്യൻ സമയം രാത്രിയോടെയാണ് ട്രംപിന്റെ സമൂഹ മാധ്യമ കുറിപ്പ് വന്നത്. അതിൽ ചൈനീസ് പ്രസിഡന്റുമായി സംസാരിച്ചു എന്ന വിഷയം മാത്രമാണ് പരാമർശിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ചൈനീസ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണം കൂടി വന്നിരിക്കുകയാണ്. ചൈനീസ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഈ തായ്വാന് ആയുധം നൽകുന്നൊരു നീക്കം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന്, നമുക്കറിയാവുന്നതാണ് ചൈന തായ്വാൻ സംഘർഷം നിലനിൽക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ തായ്വാൻ ആയുധം നൽകുന്നത് കൂടുതൽ കാര്യക്ഷമതയോടെ പരിശോധിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ കുറെ കൂടി അവധാനതയോടെ നിരീക്ഷിക്കേണ്ടതുണ്ട് എന്നൊരു നിലപാടാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഏപ്രിൽ ചൈനീസ് പ്രസിഡന്റിനെയും ചൈന സന്ദർശിക്കുകയും തുടർന്ന് തായ്വാൻ സന്ദർശിക്കുകയും ചെയ്യുമെന്നാണ് സമൂഹ മാധ്യമ കുറിപ്പിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്, ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. ഈ ഒരു ഇതിൻ്റെ ഭാഗമായി നടന്ന സംഭാഷണത്തിലാണ് ഈ നിലപാടുകളെല്ലാം തന്നെ ചൈനീസ് പ്രസിഡന്റ് അറിയിച്ചത് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ചൈനയുമായുള്ള സാമ്പത്തിക രംഗത്തെ സഹകരണത്തിനും അതുപോലെ തന്നെ മറ്റ് വ്യാപാര രംഗത്തെ സഹകരണത്തിനുമുള്ള ധാരണ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായി എന്ന് കൃത്യമായി ട്രംപ് വിശദീകരിച്ചിരുന്നു. എന്നാൽ ഈ തായ്വാൻ സംബന്ധിച്ച വിഷയത്തിൽ എന്തെങ്കിലും പറഞ്ഞതായി ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായ എന്തെങ്കിലും ഒരു ആശങ്ക പങ്കുവയ്ക്കുന്നതോ അല്ലെങ്കിൽ നിലപാടുകൾ പങ്കുവയ്ക്കുന്നതോ ആയ യാതൊരു പരാമർശവും ഉണ്ടായില്ല. എന്നാൽ ഇക്കാര്യം കൃത്യമായി ഇപ്പോൾ വാർത്തകളിലൂടെ പുറത്തു വരികയാണ്. തായ്വാന് ആയുധം നൽകുന്നത് പുനഃപരിശോധിക്കണമെന്നൊരു നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. അതിലെങ്ങനെയാണ് അമേരിക്ക എന്നതിന് മറുപടി പറയുക, അല്ലെങ്കിൽ എന്ത് നീക്കമാണ് അതിൽ നടത്തുക എന്നെല്ലാം തന്നെ കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. ഇത് തന്നെയായാലും ചൈനയുമായുള്ള ആ വ്യാപാര ബന്ധത്തിന് കണ്ടീഷൻസ് ഉണ്ട് ചൈനയ്ക്ക് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ചൈനയുമായുള്ള വ്യാപാര ബന്ധം സ്ഥാപിച്ച് കാനഡയ്ക്കും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങൾക്കും കൃത്യമായൊരു സന്ദേശം നൽകുക, ഒരു വാണിജ്യ രംഗത്തെ കൃത്യമായി തങ്ങളുടെ ഇടപെടൽ സംബന്ധിച്ച് ഒരു മുന്നറിയിപ്പിന് സമാനമായൊരു സന്ദേശം നൽകുക എന്ന നീക്കം തന്നെയാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ചൈനയുടെ ഭാഗത്തു നിന്നും അക്കാര്യത്തിൽ ചില കണ്ടീഷനുകളുണ്ട് എന്ന നിലപാടാണ് ഇതിൽ നിന്നും പുറത്തു വരുന്നത്. പക്ഷേ പ്രത്യക്ഷമായത് ചൈന പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി ചൈന തായ്വാനെ അമേരിക്ക ആയുധം നൽകുന്നതിനെ എതിർക്കുന്നൊരു നിലപാട് ചൈനയുടെ ഭാഗത്തു നിന്ന് കൃത്യമായി ചൈനീസ് പ്രസിഡന്റ് തന്നെ സംഭാഷണത്തിൽ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. വളരെ വ്യക്തമാണ്, തായ്വാൻ അമേരിക്ക ആയുധം നൽകുന്നത് സുപ്രധാന ചർച്ചാ വിഷയമാണെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് വ്യക്തമാക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹവുമായി ടെലിഫോണിൽ സംസാരിച്ച വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ചൈനീസ് പ്രസിഡന്റിന്റെ ഈ വിശദീകരണം.